നിൽക്കൂ, ഒന്നു നിൽക്കൂ. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്നൊരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. തീർച്ചയായും ഇന്ന് രാത്രിക്ക് ശേഷം നിങ്ങളുടെ ജീവിതം രണ്ടു ഭാഗങ്ങളായി തിരിയും. ഒന്ന് ഇതിനു മുൻപുള്ളതും മറ്റൊന്ന് ഇതിനു ശേഷമുള്ളതും. അവിടെയെല്ലാം മാറും. നിങ്ങളിതൊരു അതിശയോക്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതൊരു സത്യമാണ്. വെറുമൊരു ലളിതമായ പ്രക്രിയ, ഒരു മന്ത്രം, അത് 3 തവണ പറയുന്നതിന്റെ ശക്തി. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളുടെയും ഭാഗ്യത്തിന്റെയും പണത്തിന്റെയും വിജയത്തിന്റെയും വാതിൽ തുറക്കുന്ന താക്കോലാണിത്. ഈ മന്ത്രം വെറും 3 തവണ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. നിങ്ങളുടെ പഴയ പോരാട്ടങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ തുടങ്ങും. വർഷങ്ങളായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങാൻ തുടങ്ങും. പണത്തിന്റെ കുറവ്, അവസരങ്ങളുടെ അഭാവം, ആ നിരാശകളെല്ലാം പിന്നിലാകും. ഇതിന്റെ രഹസ്യം വാക്കുകളിൽ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഫ്രീക്വൻസികളിലാണ്. അത് എല്ലാ രാത്രിയിലും ആഴത്തിൽ പോയി നിങ്ങളുടെ ജീവിതത്തെ റീപ്രോഗ്രാം ചെയ്യുന്നു. രാത്രിയിൽ വെറുതെ എഴുതിയും 3 തവണ പറഞ്ഞും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ മുഴുവൻ രീതിയും ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് ശാസ്ത്രം, മനഃശാസ്ത്രം, പ്രപഞ്ചശക്തി എന്നിവയുടെ സംഗമമാണ്. ഇതൊരു സങ്കീർണമായ പ്രക്രിയയല്ല. പൂജകളില്ല, മണിക്കൂറുകൾ നീളുന്ന പരിശീലനങ്ങളില്ല. ലാളിത്യത്തിലാണ് ശക്തിയുള്ളത്. ഈ വീഡിയോ വിനോദത്തിനു വേണ്ടി മാത്രമുള്ളതല്ല. ഇത് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും നിങ്ങളുടെ ഫ്രീക്വൻസികളെയും പ്രപഞ്ചത്തെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ആ രീതി ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ 95% തീരുമാനങ്ങളും ശീലങ്ങളും വിശ്വാസങ്ങളും നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ്. പകൽ സമയത്ത് ബോധമനസ്സ് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും ഭയവും സംശയവും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ ബോധമനസ്സ് ശാന്തമാകും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും സ്വീകാര്യമാകുന്ന സമയമാണിത്. ഈ പ്രക്രിയയുടെ ആദ്യപടി തയ്യാറെടുപ്പാണ്. രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ മുറി വൃത്തിയാക്കുക. അലങ്കോലം നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നു. വൃത്തിയുള്ള എനർജിയോട് മാത്രമേ പ്രപഞ്ചം പ്രതികരിക്കൂ. രണ്ടാമത്തെ പടി റിലാക്സേഷനാണ്. ദീർഘമായി ശ്വാസമെടുക്കുക. ഈ നിമിഷത്തിലാണ് നിങ്ങൾ ആൽഫ സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുന്നത്. മൂന്നാമത്തെ പടി മന്ത്രോച്ചാരണമാണ്. മന്ത്രം പതുക്കെ പൂർണ്ണ വിശ്വാസത്തോടെ പറയുക. ആദ്യമായി പറയുമ്പോൾ അത് ബോധമനസ്സിലെത്തുന്നു. രണ്ടാമത്തെ തവണ അത് ആഴത്തിലിറങ്ങി ഉപബോധ മനസ്സിന് അഫർമേഷൻ നൽകുന്നു. മൂന്നാമത്തെ തവണ അത് നേരിട്ട് പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയായി മാറുന്നു. മന്ത്രം പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നോട്ടുകളുടെ കൂമ്പാരവും ആഭരണങ്ങളുടെ തിളക്കവും സന്തോഷം നിറഞ്ഞ വീടും സങ്കൽപ്പിക്കുക. നിങ്ങൾ എത്രത്തോളം വ്യക്തമായി ചിത്രം സൃഷ്ടിക്കുന്നുവോ അത്രയും വേഗം അത് യാഥാർത്ഥ്യമായി മാറും. മന്ത്രം പറഞ്ഞയുടനെ ഫോണോ ടിവിയോ നോക്കരുത്. നേരെ ഉറങ്ങാൻ കിടക്കുക. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇപ്പോൾ തന്നെ 10 കോടിയുടെ ഉടമയാണ്, പണം എന്നിലേക്ക് ഒഴുകുകയാണ്. രാവിലെയുള്ള ആദ്യ ചിന്ത നിങ്ങളുടെ മുഴുവൻ ദിവസത്തെയും എനർജി തീരുമാനിക്കുന്നു. തുടർച്ചയായി 21 ദിവസം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്യപ്പെടും. പണവും അവസരങ്ങളും വിജയവും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഇന്ന് രാത്രി തന്നെ ഈ പ്രക്രിയ ആരംഭിക്കുക. ജീവിതത്തിൽ ഒരു ചെറിയ ചുവടുവെപ്പ് മുഴുവൻ ദിശയും മാറ്റും. ആ ചെറിയ ചുവടുവെപ്പാണ് ഈ മന്ത്രം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ മന്ത്രം വെറുമൊരു സാധാരണ വാക്കല്ലാതായി മാറുന്ന ഘട്ടത്തിലാണ് നാം ഇപ്പോൾ. ഉപബോധ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫലം വേഗത്തിൽ ലഭിക്കും. മിക്ക ആളുകളുടെയും ഉപബോധ മനസ്സ് കുട്ടിക്കാലം മുതലേ കേട്ട പണമില്ല, ദാരിദ്ര്യം, കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പണം ലഭിക്കൂ തുടങ്ങിയ നെഗറ്റീവ് പ്രോഗ്രാമിംഗുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ മന്ത്രം ആ പഴയ വിശ്വാസങ്ങളെ തകർത്ത് പുതിയൊരു സമ്പന്നമായ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു. പകൽ സമയത്ത് നിങ്ങൾ ഞാൻ കോടീശ്വരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധമനസ്സ് അതിനെ ഉടൻ പരിഹസിക്കും. എന്നാൽ രാത്രിയിൽ ബോധമനസ്സുറങ്ങുന്നതിനാൽ നിങ്ങൾ നൽകുന്ന ഈ പുതിയ വിവരം സംശയമില്ലാതെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. 9 രാത്രികൾ തുടർച്ചയായി ഈ രീതി ചെയ്യുന്നതിലൂടെ താഴെ പറയുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ആദ്യത്തെ രാത്രിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ പ്രപഞ്ചം സൂചനകൾ നൽകിത്തുടങ്ങും. രണ്ടാം രാത്രിയാകുമ്പോഴേക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വലിയ മാറ്റം അനുഭവപ്പെടും. മൂന്നാം രാത്രിയിൽ അപ്രതീക്ഷിതമായ ചില അവസരങ്ങൾ നിങ്ങളെ തേടിവരാം. 5-ാം രാത്രിയോടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പണമോ അല്ലെങ്കിൽ പഴയ കടങ്ങളോ തിരികെ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. 7-ാം രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും പോസിറ്റീവ് എനർജിയും നിറയും. 9-ാം രാത്രിയാകുമ്പോഴേക്കും നിങ്ങൾ ലക്ഷ്യമിട്ട വലിയ തുക നിങ്ങളിലേക്കെത്താനുള്ള വാതിലുകൾ പ്രപഞ്ചം തുറന്നിട്ടുണ്ടാകും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
അത്യാഗ്രഹത്തോടെയോ അല്ലെങ്കിൽ വെറുതെയൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന അവിശ്വാസത്തോടെയോ ഇത് ചെയ്താൽ ഫലം ലഭിക്കില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് അയക്കുന്ന അതേ എനർജി മാത്രമേ പ്രപഞ്ചം തിരികെ നൽകുകയുള്ളൂ. അതിനാൽ മന്ത്രം ചൊല്ലിയ ശേഷം കൈകൾ ഹൃദയത്തിൽ വെച്ച് പണം എന്റേതാണ്, പ്രപഞ്ചം എനിക്ക് 10 കോടി നൽകിക്കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറയുക. ഈ രീതി പിന്തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഫോൺ കോളുകളോ പുതിയ ബിസിനസ് ആശയങ്ങളോ വരാം. അവയെ അവഗണിക്കരുത്. അവ പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കുന്ന വഴികളാണ്. തുടർച്ചയായി 21 ദിവസം ഈ മാനിഫെസ്റ്റേഷൻ പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ ഫ്രീക്വൻസിയിൽ നിന്ന് സമ്പന്നതയുടെ ഫ്രീക്വൻസിയിലേക്ക് പൂർണ്ണമായും മാറും. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ വിധി മാറ്റാനുള്ള ഈ ചെറിയ ചുവടുവെപ്പ് ആരംഭിക്കുക. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ലോകം നിങ്ങൾക്കു മുൻപിൽ പുതിയ സാധ്യതകളുമായി നിൽക്കുന്നത് കാണാം. ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ വാക്കുകൾക്ക് നൽകുന്ന വികാരം എത്രത്തോളമുണ്ടോ അത്രത്തോളം വേഗത്തിലായിരിക്കും ഫലം ലഭിക്കുക. പ്രപഞ്ചത്തിന് ഭാഷയേക്കാൾ കൂടുതൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ വൈബ്രേഷനുകളാണ്. നിങ്ങൾ പണം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയായല്ല, മറിച്ച് പണം ഇപ്പോൾ തന്നെ കയ്യിലുള്ള ഒരു വ്യക്തിയുടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിലെ ഇല്ലായ്മ എന്ന ചിന്തയെ മാറ്റി സമൃദ്ധി എന്ന ചിന്തയിലേക്ക് മനസ്സിനെ കൊണ്ടുവരികയാണ് ഈ 3 തവണയുള്ള മന്ത്രോച്ചാരണം ചെയ്യുന്നത്. ആദ്യ തവണ ചൊല്ലുമ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. 2ാം തവണ അത് നിങ്ങളുടെ കോശങ്ങളിൽ ആ മന്ത്രത്തിന്റെ തരംഗങ്ങളെത്തിക്കുന്നു. 3ാം തവണ പ്രപഞ്ചം ആ സന്ദേശം ഏറ്റെടുക്കുന്നു. ഇത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് നിങ്ങളുടെ എനർജി ശരീരത്തെ പ്രപഞ്ചത്തിന്റെ അളവറ്റ സമ്പത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഫലം ലഭിക്കാത്തത് എന്ന്. അതിന്റെ കാരണം അവർ മന്ത്രം ചൊല്ലിയ ശേഷം വീണ്ടും തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും കടങ്ങളെക്കുറിച്ചും ആകുലപ്പെടാൻ തുടങ്ങുന്നു എന്നതാണ്. രാത്രി മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതെ സമാധാനമായി ഉറങ്ങുക. നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഉപബോധമനസ്സ് ഈ വിത്തിനെ മുളപ്പിക്കാൻ ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഭയപ്പെടരുത്. ചിലപ്പോൾ പുതിയ ജോലികൾ, പുതിയ ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ എന്നിവ സംഭവിച്ചേക്കാം. അവയെല്ലാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ പദ്ധതികളാണ്. ഈ 21 ദിവസത്തെ പരിശീലനം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. സമ്പത്ത് എന്നത് അധ്വാനത്തിന്റെ മാത്രം ഫലമല്ല, മറിച്ചത് ശരിയായ ചിന്താഗതിയുടെയും ഫ്രീക്വൻസിയുടെയും കൂടി ഫലമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇന്ന് രാത്രി മുതൽ ഈ രീതി പൂർണ്ണമായ സമർപ്പണത്തോടെ ചെയ്യുക. പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന ആ 10 കോടി രൂപയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ സ്വപ്നത്തിന്റെ ഉടമയായി നിങ്ങൾ മാറുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ജീവിതം മാറുകയല്ല, മറിച്ച് പുതിയൊരു ജീവിതം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഓരോ ചുവടും വിശ്വാസത്തോടെ വയ്ക്കുക. സമൃദ്ധി നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.